കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്വേഷണം വൻ പരാജയമായതോടെയാണ് ജിഷ കൊലപാതക കേസ് അന്വേഷിക്കാൻ പുതിയ സംഘത്തെ നിയോഗിച്ചത്. 30 സംഘങ്ങളായി അന്വേഷണം നടത്തിയിട്ടും കേസിൽ തുമ്പൊന്നും ലഭിക്കാതിരുന്നത് പോലീസ് ചരിത്രത്തിലെ നാണക്കേടായി അവശേഷിക്കുന്നു. കേസ് പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിച്ച കുറുപ്പംപടി സിഐ സന്തോഷിന്റെ അലംഭാവമാണ് കേരള പോലീസിനെ നാണക്കേടിന്റെ പടുകുഴിയിൽ വീഴ്ത്തിയത്. 200 പോലീസുകാർ 30 സംഘങ്ങളായി തിരിഞ്ഞ് 25 ദിവസം അന്വേഷിച്ചു. എന്നാൽ ജിഷ കൊലപാതക കേസിൽ പ്രാഥമിക തെളിവ് പോലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. കുറുപ്പംപടി സിഐ സന്തോഷിന്റെ അലംഭാവമാണ് കേരള പോലീസിനെ വട്ടം ചുറ്റിച്ചത്. കൊലപാതകം നടന്ന 28-ാം തീയതി മതിയായ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ സന്തോഷ് ശ്രമിച്ചില്ല. മാത്രമല്ല 29-ാം തീയതി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിടുക്കപ്പെട്ട് മൃതദേഹം ദഹിപ്പിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുതിർന്നത്. പിന്നീടുള്ള 3 ദിവസം യാതൊരുവിധ അന്വേഷണവും നടന്നില്ല. ദുരൂഹമരണം നടന്ന സ്ഥലത്ത് പോലീസ് കാവലേർപ്പെടുത്താനോ സ്ഥലം സീൽ ചെയ്യാനോ സിഐ തയ്യാറായതുമില്ല. ഇതെല്ലാം തെളിവ് നഷ്ടപ്പെടാൻ കാരണമായി എന്നാണ് പിന്നീട് വന്ന അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്രയധികം സംഘങ്ങൾ ഒരുമിച്ചൊരു കേസ് അന്വേഷിക്കുന്നത്. എന്നിട്ടും തോറ്റുമടങ്ങാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നിയോഗം. ഇതിനെല്ലാം കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ആവട്ടെ നടപടി സ്വീകരിച്ചതുമില്ല. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.